നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിനടുത്തുള്ള മണാലി എന്ന പട്ടണത്തിലാണ്. മണാലിയിൽ നിന്നും ഏകദേശം 53 കിലോമീറ്റർ മാറിയുള്ള റോത്തൻ പാസ് എന്ന മഞ്ഞുമലകൾ കൊണ്ട് സമൃദ്ധമായ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഒരു ചെറിയ മഴ പെയ്തു തുടങ്ങി. ഏറെ സൗന്ദര്യവും അതിലുപരി ഏറെ സാഹസികതയും നിറഞ്ഞ ഒരു യാത്രയാണ് റോത്താം പാസ് യാത്ര. മഞ്ഞുമല ഉരുകിയുള്ള മലവെള്ളപ്പാച്ചിലിൽ റോഡുകളും എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. എങ്കിലും പ്രത്യേകമായി നിർമ്മിച്ച റോഡിലൂടെയാണ് ഞങ്ങൾ റോത്തൻ പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ദുർഘടം പിടിച്ച വഴിയും ചെന്നെത്തുന്നത് മനോഹരമായ ഒരു സ്ഥലത്തേക്കാണെന്ന് പണ്ട് ഏതോ മഹാൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന് ഈ യാത്ര കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ സ്ഥലത്തേക്ക് പോകുവാൻ നമുക്ക് ആദ്യം വേണ്ടത് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളാണ്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ റോഡിൽ മഞ്ഞുമഴ പെയ്തിറങ്ങി. ഞങ്ങളെല്ലാവരും അത് വളരെയധികം ആസ്വദിക്കുകയുണ്ടായി. ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഈ മഞ്ഞുമഴ. റോത്തങ് പാസിലേക്ക് പോകുന്നത് തന്നെ ലോകത്തിലേക്കും ഏറ്റവും വലിയ തുരങ്കപാതയായ അടൽ ടണലിലൂടെയാണ്. ഹിമാചൽ പ്രദേശിലെ മണാലിയും ലാഹോൾ താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഉയർന്ന തുരങ്കപാതയാണ് അടൽ ടണൽ. 9 കിലോമീറ്ററിനധികം നീളമുള്ള ഈ ടണൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് റോഡ് ടണൽ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കി. BRO ആണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് ഈ ടണലിന് നാമനിർദ്ദേശമായി ചെയ്തിരിക്കുന്നത്. താപനില നിയന്ത്രണം, സുരക്ഷാ ക്യാമറകൾ, സുരക്ഷാ എമർജൻസി വഴികൾ തുടങ്ങി ശക്തമായ സുരക്ഷിത മാർഗങ്ങളാണ് ഈ ടണലിനുള്ളിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ടണലിന്റെ മറ്റേ അറ്റത്തെത്തുമ്പോൾ തന്നെ മഞ്ഞുമൂടിയ മലനിരകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് റോത്തങ് പാസ്. കടൽ നിരപ്പിൽ നിന്നും 13,000 അടി ഉയരത്തിലാണ് ഈ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. റോത്തങ് എന്നാൽ മൃത്യുപാതം എന്നാണ് അർത്ഥമാക്കുന്നത്. അപകടകരമായ വഴിയും മാറിമറിയുന്ന കാലാവസ്ഥയും കൊണ്ട് പണ്ടുകാലത്ത് പലരുടെയും ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മഞ്ഞ് പെയ്യുന്ന താഴ്വരയിൽ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ അനർവചനീയമായ ഒരു പരമാനന്ദമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കുട്ടികളെല്ലാം തന്നെ വളരെയധികം ആസ്വദിച്ച ഒരു ട്രിപ്പായിരുന്നു റോത്തങ് പാസിലെ ഈ സന്ദർശനം. പിള്ളേരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. ഞങ്ങളിവിടെ എത്തിച്ചത് മനോഹർ ജോഷി എന്ന് പറഞ്ഞ അതിവിദഗ്ധനായ ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന് 1000 നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ജീവിതത്തിലെ കുറേ മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.